നാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം തേർഡ് സെം ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആണ്. അസറ്റ് അലൊക്കേഷൻ എന്നുള്ളതാണ് യൂണിറ്റിന്റെ പേര്. ആ ടേമിൽ തന്നെ ഉണ്ട്. നമ്മൾ പറഞ്ഞു പോർട്ട്ഫോളിയോ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് അസറ്റ്സിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്ററിന്റെ കയ്യിലുള്ള ഫണ്ട് ഏതൊക്കെ അസറ്റിലാണ് അലൊക്കേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ അസറ്റിന്റെ ഇടയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അസറ്റ്സ്, സെക്യൂരിറ്റീസ്, കാര്യങ്ങളൊക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ അസറ്റ് അലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫണ്ടിനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അസറ്റിന്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അലൊക്കേറ്റ് ചെയ്യുക, അതിനെയാണ് അസറ്റ് അലൊക്കേഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ അസറ്റ്സും ഉണ്ട്, ഫിനാൻഷ്യൽ അസറ്റ്സും ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ അസറ്റ്സിൽ വരുന്നതാണ് ലാൻഡ്, ഗോൾഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഫിനാൻഷ്യൽ അസറ്റ്സിൽ വരുന്നതാണ് സ്റ്റോക്സ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ്, ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അതിന്റെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി ജനങ്ങൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത്, അവർ പല അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ചില അസറ്റ്സിൽ നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും, അത് റിസ്കിലാണെന്നുണ്ടെങ്കിലും മറ്റൊരു അസറ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടും. അതാണ് ഈ ഡൈവേഴ്സിഫിക്കേഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പൊ ഈ അസറ്റ് അലൊക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡൈവേഴ്സിഫിക്കേഷൻ, അസറ്റ്സിനെ മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പല രീതിയിൽ പല അസറ്റ്സിലായിട്ട് നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യൽ പോസിബിൾ ആണ്. then അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. ഇപ്പൊ ചില ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ചില അസറ്റ്സ് റിസ്കിലാണെങ്കിലും നമുക്ക് മറ്റ് ചില അസറ്റ്സിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടും. അതാണ് എസ്റ്റാബ്ലിഷിങ് എ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. then അച്ചീവ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ഗോൾസ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇൻവെസ്റ്റേഴ്സിനും ഓരോ ഗോൾസ് ഉണ്ടാവും. അവരുടെ മന്ത്ലി റെന്റൽ പേയ്മെന്റ് ഉണ്ടാവും, എന്നാൽ റിട്ടയർമെന്റ് അതിന് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാവും. അപ്പൊ ഈ മന്ത്ലി റെന്റൽ പേയ്മെന്റ് ഒക്കെ ചിലപ്പോൾ മന്ത്ലി നമുക്ക് കിട്ടുന്ന ഒരു ഫിക്സഡ് ഇൻകം അസറ്റിൽ നിന്ന് ലൈക്ക് ഡിബഞ്ചേഴ്സ് നമുക്ക് പേ ചെയ്യാനായിട്ട് പറ്റും. മറ്റേതൊക്കെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പോസിബിൾ ആണ്. ദെൻ റീബാലൻസിങ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്തിട്ട് ബാലൻസ് ചെയ്യലും ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഓഫ്സെറ്റിംഗ് ഓഫ് ഗെയിൻസ് ആൻഡ് ലോസസ്. ചില അസറ്റ്സിൽ നിന്ന് നമുക്ക് ഗെയിൻ ഉണ്ടാവും, ചിലതിൽ നിന്ന് ലോസ് ഉണ്ടാവും. അത് രണ്ടും കൂടെ ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയാണ് അസറ്റ് അലൊക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ഇനി അതാണ്. ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്തിലൊക്കെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് അവന്യൂസ് എന്ന് പറയാം. സോ ഈ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂവിനെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇന്നോവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ. ഈ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ തന്നെ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ ഉണ്ട്, അതുപോലെ തന്നെ വേരിയബിൾ ഏർണിംഗ് അല്ലെങ്കിൽ വേരിയബിൾ ഇൻകം ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് ഉണ്ട്. ഫിക്സഡ് ഇൻകം അല്ലെങ്കിൽ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഫിക്സഡ് റിട്ടേൺ ആണ് കിട്ടുക. മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ഇയർലി ഒരു ഫിക്സഡ് ഇൻകം നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾ ആണ് ഡിബഞ്ചേഴ്സ്. കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ്, അതിലൊരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുക. അതുപോലെ തന്നെ ബോൺസ് എന്ന് പറഞ്ഞാലും ഡിബഞ്ചേഴ്സ് പോലെ തന്നെയാണ്. കുറച്ചും കൂടെ വലിയ ലാർജർ ഓർഗനൈസേഷൻസും കോർപ്പറേഷൻസും അതുപോലെ തന്നെ ഗവൺമെന്റ്സും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതാണ് ബോൺസ്. അതിന്റെ ഇൻട്രസ്റ്റിനെ കൂപ്പൺ റേറ്റും എന്ന് പറയും. ദെൻ തേർഡ് വൺ ആണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ആ പേര് തന്നെ ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ക്വാസി ഗവൺമെന്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടേം ഫണ്ടിന് വേണ്ടിയിട്ട് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം സെക്യൂരിറ്റിയാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഒരു 4 crore എങ്കിലും ടാഞ്ചിബിൾ നെറ്റ്വർത്ത് ഉള്ളവർക്ക്, ഈ നെറ്റ്വർത്ത് ഉള്ള കമ്പനികൾക്ക് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ അടുത്തതാണ് ഡെപ്പോസിറ്റ്സ് ഓഫേർഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നമ്മളെ ബാങ്കുകളിലുള്ള ഡെപ്പോസിറ്റുകൾ ലൈക്ക് സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള സേവിങ്സ് നമുക്ക് അപ്പോൾ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്.
വേറെ കൺസ്ട്രെയിൻസും കാര്യങ്ങളോ ഒന്നുമില്ല. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബാങ്ക് ഓഫർ ചെയ്യുന്ന അടുത്തൊരു കൈൻഡ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വന്റ്, അതായത് ഒരു ഫിക്സഡ് ഇന്റർവെല്ലിൽ ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. സേ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി 10,000 rupees ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. സേവിംഗ് ഡെപ്പോസിറ്റിനേക്കാളും കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ദെൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് തേർഡ് വൺ എന്ന് പറയുന്നത്. കുറച്ചധികം കാലത്തേക്ക്, ഒരു 5 years അല്ലെങ്കിൽ ഒരു 10 yearsന് നമ്മളൊരു ഫിക്സഡ് എമൗണ്ട്, 20 lakh അല്ലെങ്കിൽ 25 lakh ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇതിനാണ് ഡെപ്പോസിറ്റ്സിന്റെ കൂട്ടത്തില് ബാങ്കുകൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. ദെൻ ഇതിൽ വരുന്ന ലാസ്റ്റ് വൺ ആണ് പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് അവന്യൂല് വരുന്ന ലാസ്റ്റ് വൺ, 6th വൺ ആണ് പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ഈസ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്. നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് 1000 rupees ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഫിക്സഡ് ഇന്റർവെല്ലിൽ പോസ്റ്റ് ഓഫീസ്, ഏതൊരു പോസ്റ്റ് ഓഫീസിലും ആണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7.6% പെർ ആനം ആണ്. അത് നമുക്ക് അതിന് മെച്യൂരിറ്റി ആവാതെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. 5 years ആണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ദെൻ NSE ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 80C പ്രകാരം ഇൻകം ടാക്സിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. ദെൻ പോസ്റ്റ് ഓഫീസ് ഓഫർ ചെയ്യുന്ന അടുത്തൊരു കൈൻഡ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് കിസാൻ വികാസ് പത്രവാസ് എന്ന് പറയുന്ന ഒരു സ്കീം. 1988 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 9 years and 5 months ആണ്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് 1000 rupees ആണ്, അപ്പർ ലിമിറ്റ് ഇല്ല. അപ്പൊ ഈ 9 years and 5 months കഴിയുമ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ടിന്റെ ഡബിൾ ആയിട്ട് റിട്ടേൺ ആയിട്ട് കിട്ടും. ദെൻ തേർഡ് വൺ ആണ് സുകന്യ സമൃദ്ധി യോജന. ഇത് പോസ്റ്റ് ഓഫീസ് വഴി വരുന്ന ഒരു സ്കീമാണ്. ഫീമെയിൽ അല്ലെങ്കിൽ ഗേൾസിന് അറ്റ് ദ ഏജ് ഓഫ് 10 കഴിഞ്ഞാൽ മുതൽ അവരുടെ പാരൻസിനോ ലോക്കൽ ഗാർഡിയനൊക്കെ ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ 8.2% ആണ് പെർ ആനം ഇൻട്രസ്റ്റ് കിട്ടുന്നത്. മിനിമം എമൗണ്ട് 2,250 rupees മാക്സിമം എമൗണ്ട് 21.5 lakhs ആണ്. സോ ഇത്രയാണ് ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്ററിന് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ്. ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, കൊമേഴ്ഷ്യൽ പേപ്പർ, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ വരുന്ന ഡെപ്പോസിറ്റ്സ്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ വരുന്ന ഡെപ്പോസിറ്റ്സ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വേരിയബിൾ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് സ്കീംസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ വേരിയബിൾ ഇൻകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഫിക്സഡ് ഇൻകത്തിൽ നമുക്ക് മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി, ഇയർലി ഒരു ഫിക്സഡ് ഇൻകം നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. വേരിയബിൾ ഇൻകത്തിൽ അങ്ങനെയല്ല, കുറച്ചും കൂടെ റിസ്കി ആണ്, ഹയർ റിട്ടേൺ ആണ്. ഫിക്സഡ് ഇൻകത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹയർ റിട്ടേൺ ആണ്, പക്ഷേ ഹയർ റിസ്കും ഉണ്ട്. ഇവിടെ ഇപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ കിട്ടില്ല. സോ ഇതിൽ വരുന്ന വേരിയബിൾ ഇൻകത്തിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കമ്പനീസും ഇഷ്യൂ ചെയ്യുന്നതാണ്. ആ ഷെയർസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ ആണ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ടു ഫിക്സഡ് ഇൻകം ആണ്. ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിനെ പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ പ്രിഫറൻസ് ഷെയർസിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് കിട്ടുള്ളൂ. ഡിബെഞ്ചേഴ്സിന്റെ കേസിൽ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഒക്കെ ആ ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് കിട്ടും. പ്രിഫറൻസ് ഷെയർസിന്റെ ഡിവിഡൻഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ദെൻ തേർഡ് വൺ ആണ് ഇൻഷുറൻസ് സ്കീം. ഇൻഷുറൻസ് സ്കീമിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേണും വേരിയബിൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതാണ്. സോ ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി ഇൻഷുറൻസിൽ വരുന്ന അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്ന് എൻഡോമെന്റ് അഷുറൻസ് പോളിസി. എൻഡോമെന്റ് അഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പീരീഡിലോട്ട് ജോയിൻ ചെയ്യുന്ന ഇൻഷുറൻസ് സ്കീമാണ്. അത് ഡെത്തോ അല്ലെങ്കിൽ ആ ഒരു പീരീഡിന്റെ മെച്യൂരിറ്റിയോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. ദെൻ മണി ബാക്ക് പോളിസി. അത് മണി ബാക്ക് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് റീപേ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. ദെൻ ഹോൾ ലൈഫ് പോളിസി. ഹോൾ ലൈഫ് പോളിസിയിൽ ഡെത്ത് ബെനിഫിറ്റിന് പുറമെ ആ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് സർവൈവിങ്ങിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് റിട്ടേൺ ആയിട്ട് കിട്ടും.
ദെൻ അതുപോലെ തന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ ഇൻഷുറൻസും ഈ രണ്ട് കോൺസെപ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുന്നത്. അതിൽ ഒരു പോർഷൻ ഓഫ് എമൗണ്ട് ഇൻഷുറൻസ് കവറേജും മറ്റേ പോർഷന് ഇൻവെസ്റ്റർക്ക് താല്പര്യമുള്ള അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 3 വേരിയബിൾ ഇൻകം ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് സ്കീം. ഇനി 4th വൺ ആണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് സ്കീം. റിട്ടയർമെന്റ് ബെനിഫിറ്റ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് ആഫ്റ്റർ 56 അല്ലെങ്കിൽ 60 ഇയേഴ്സ് കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊരു റിട്ടേൺ അല്ലെങ്കിൽ ഒരു വരുമാനം എന്നുള്ള നിലക്ക് അതിനു വേണ്ടി ജോയിൻ ചെയ്യുന്ന സ്കീമുകളാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് സ്കീം എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. അവിടെ നമ്മൾ പെൻഷൻ സ്കീം, അവരുടെ അണ്ടറിലുള്ള എംപ്ലോയി പെൻഷൻ സ്കീം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസും എംപ്ലോയേഴ്സും 12% ഇൻകത്തിന്റെ സാലറിന്റെ 12% അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. 58 ഇയേഴ്സ് ഏജ് ആകുമ്പോൾ അത് റിട്ടേൺ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ വരുന്നതാണ് നാഷണൽ പെൻഷൻ സ്കീമും. നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഈവൻ അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ളവർക്ക് വരെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന സ്കീമാണ് നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്നത്. ആംഡ് ഫോഴ്സിന് പറ്റില്ല ഈ ഒരു NPS ജോയിൻ ചെയ്യാനായിട്ട്. സോ ഇതാണ് വേരിയബിൾ ഇൻകം ക്രിയേറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ്: ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഇൻഷുറൻസ് സ്കീം, റിട്ടയർമെന്റ് ബെനിഫിറ്റ് സ്കീം, അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ അസറ്റും ഉണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ അസറ്റ്സും ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ അസറ്റ്സിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഏതൊക്കെയാണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒന്ന് ഗോൾഡ്, രണ്ടാമത്തെന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി ഇൻവെസ്റ്റ്മെന്റിന്റെ രണ്ടാമത്തെ മേജർ കാറ്റഗറി, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇന്നോവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ. ഇന്നോവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാലം തൊട്ടേ ഇല്ലാത്ത കുറച്ചും കൂടെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് ആണ്. അതിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ മ്യൂച്വൽ ഫണ്ട്, അതുപോലെ തന്നെ SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്, അതുപോലെ തന്നെ SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാന്, നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാന്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ETF, അതുപോലെ തന്നെ ക്രൗഡ് ഫണ്ടിങ്, ക്രിപ്റ്റോ കറൻസി. ഇത്രയും കാര്യങ്ങളാണ് ഇന്നോവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ വരുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. അതായത് കുറച്ചധികം പേര് ചെറിയ ചെറിയ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് ആ ഒരു ബൾക്ക് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് കൊണ്ട് ഷെയർസ് വാങ്ങിച്ചിടുന്നു. അതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞ ഒരു പോർട്ട്ഫോളിയോ പോലെ തന്നെ കുറച്ച് എമൗണ്ട്സ് ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ആ ഒരു ഹോൾ എമൗണ്ട് പല ഷെയർസിലോ അല്ലെങ്കിൽ പല സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാവരും ആ ഷെയർസിന്റെ ഓണേഴ്സ് ആണ്, ഷെയർ ഹോൾഡേഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് മാനേജ് ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് ഉണ്ട്. ഇതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ പ്രത്യേകത. സോ മ്യൂച്വൽ ഫണ്ടിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓഫ് കോഴ്സ് ഡൈവേഴ്സിഫിക്കേഷൻ, ദെൻ പ്രൊഫഷണൽ മാനേജ്മെന്റ് നമ്മളിപ്പോൾ പറഞ്ഞു, അതുപോലെ തന്നെ ലിക്വിഡിറ്റി, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അഫോർഡബിലിറ്റി. എല്ലാവർക്കും അത്രയും ഹയർ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ല മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഇനി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് മാർക്കറ്റ് റിസ്ക്. എല്ലാ ഷെയർസിലും എല്ലാ ഇൻവെസ്റ്റ്മെന്റിലും ഉള്ളതുപോലെ തന്നെ മാർക്കറ്റ് റിസ്ക് ഇതിനുണ്ട്. അതുപോലെ തന്നെ ഫീസ് ആൻഡ് എക്സ്പെൻസ്, നമ്മൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷൻ ആണ് ഇത് മാനേജ് ചെയ്യുന്നത്, ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് ഉണ്ട്. സോ അവർക്ക് പേ ചെയ്യുന്ന ഫീസും എക്സ്പെൻസും വരുന്നുണ്ട്. ദെൻ ലാക്ക് ഓഫ് കൺട്രോൾ, ഇൻവെസ്റ്റേഴ്സിന് ഷെയർ ഹോൾഡേഴ്സിന് ഡയറക്റ്റ് കൺട്രോൾ ചെയ്യാനുള്ളത് കുറവാണ്. ദെൻ ഡയലൂഷൻ ഓഫ് റിട്ടേൺസ്, അതുപോലെ ടാക്സ് ഇംപ്ലിക്കേഷൻ, ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസിനും കാര്യങ്ങളും ടാക്സ് കൊടുക്കണം. ദെൻ സ്റ്റൈൽ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഫണ്ട് മാനേജ് ചെയ്യുന്ന പ്രൊഫഷണൽ മാനേജേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവിൽ നിന്ന് ചിലപ്പോൾ ഡീവിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ,
ലാസ്റ്റ് വൺ ഈസ് മാർക്കറ്റ് ടൈമിംഗ്. മാർക്കറ്റിലുള്ള എല്ലാ ടൈമിംഗ് റിസ്ക്കും മ്യൂച്വൽ ഫണ്ടിനും ബാധകമാണ്. സോ ഇതാണ് നമ്മൾ പറഞ്ഞ ഇന്നോവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂലെ ഫസ്റ്റ് വൺ മ്യൂച്വൽ ഫണ്ട്. സെക്കൻഡ് വൺ ആണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഫിക്സഡ് ഇന്റർവെല്ലിൽ, ഇപ്പോൾ ഒരു മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഇയർലി ഒക്കെ ഫിക്സഡ് ഇന്റർവെല്ലിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ എമൗണ്ട് പിന്നീട് മ്യൂച്വൽ ഫണ്ടൊക്കെയാണ് യൂഷ്വലി ചെയ്യാറ്, അല്ലാതെ നമുക്ക് വേറെ അസറ്റിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. സോ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫിക്സഡ് എമൗണ്ട് ആണ്, അതുപോലെ തന്നെ റെഗുലർ ഇന്റർവെല്ലിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്, കുറച്ചധികം കാലത്തേക്കാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ റുപ്പി കോസ്റ്റ് ആവറേജിങ്, നമ്മൾ പറഞ്ഞു ഫിക്സഡ് ഇന്റർവെല്ലിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു എല്ലാ പീരീഡിന്റെയും ആവറേജ് എടുത്തിട്ടാണ് ഇവിടെ മ്യൂച്വൽ ഫണ്ടിന്റെ പ്രൈസ് പോയിന്റ് ആയിട്ട് മെഷർ ചെയ്യുന്നത്. ദെൻ കോമ്പൗണ്ടിങ്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ വീണ്ടും ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ റിട്ടേൺ കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡൈവേഴ്സിഫിക്കേഷൻ. സോ ഇത്രയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ. ദെൻ സെക്കൻഡ് വൺ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഈ SIP പോലെ തന്നെയാണ് SWP. മറ്റേത് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ WP എന്ന് പറയുന്നത് വിഡ്രോവൽ പ്ലാൻ ആണ്. ഇവിടെ ഇൻവെസ്റ്റേഴ്സിന് ഫിക്സഡ് അല്ലെങ്കിൽ ഒരു റെഗുലർ ഇന്റർവെല്ലിൽ കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ റെഗുലർ വിഡ്രോവൽ ആണ്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഓട്ടോമാറ്റിക് പ്രോസസ് ആണ്. ഇപ്പൊ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ ഈ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലോട്ട് ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവും. അതുപോലെ തന്നെ ടാക്സ് ഇംപ്ലിക്കേഷൻ ഉണ്ട്, ടാക്സ് പേയബിൾ ആണ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഇത്രയാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ നമ്മൾ നേരത്തെ ചെറുതായിട്ട് പറഞ്ഞതാണ്. ഇതിന് ഇൻഷുറൻസിന്റെയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെയും രണ്ടിന്റെയും കൂടെ പ്രോപ്പർട്ടീസ് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അതിൽ കുറച്ച് ലോങ് ടേം ഗോൾസ് വെച്ചിട്ടുള്ളതാണ്. അതിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിൽ ഒരു പോർഷന് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു പോർഷൻ ഇൻഷുറൻസ് ആയിട്ട് ലൈഫ് ഇൻഷുറൻസ് കവറേജ് കിട്ടും. ബാക്കി പോർഷൻ എമൗണ്ട് ഈ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് ആണ് ഒന്ന് മാർക്കറ്റ് ലിങ്ക്ഡ് റിട്ടേൺ, അതുപോലെ തന്നെ ടാക്സ് സേവിങ്സ്, ഇതിൽ ടാക്സ് എക്സംഷൻ ഉണ്ട്. ദെൻ ഇൻഷുറൻസ് കമ്പോണന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കമ്പോണന്റ് ഉണ്ട്. ദെൻ പാർഷ്യൽ വിഡ്രോവലും ഇവിടെ പോസിബിൾ ആണ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി. ഇത്രയാണ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, REIT. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കുറച്ചധികം ആൾക്കാർ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക. യൂഷ്വലി ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഇലക്ട്രോണിക് മീഡിയ വെച്ചിട്ടാണ് അവരങ്ങനെ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് റിയൽ എസ്റ്റേറ്റ് ഒരുപാട് ഹാൻഡിൽ ചെയ്യുക. അതിൽ നിന്ന് അവർ റെന്റിന് കൊടുക്കും. അതിൽ നിന്നുള്ള കിട്ടുന്ന ലീസും കാര്യങ്ങളൊക്കെ ഈ ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള ഒരു സ്കീമാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആ ഒരു മാനേജ്മെന്റിനെയാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ ചെറിയ രീതിയിലാണ് കയ്യിൽ ഫണ്ട് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഹോൾ റിയൽ എസ്റ്റേറ്റ് വാങ്ങിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യാം, ഒരു ചെറിയ എമൗണ്ട് ഈ ഒരു ട്രസ്റ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അവരത് വാങ്ങിക്കും. അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഇവർക്കും കിട്ടും. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻകം ഫോക്കസ് ആണ്, അതുപോലെ തന്നെ ഹൈ ഡിവിഡൻഡ് പേ ഔട്ട് ആണ്, നല്ല രീതിയിലുള്ള ഡിവിഡൻഡ് ഉണ്ട്, ലിക്വിഡിറ്റി, അതുപോലെ തന്നെ ട്രേസബിലിറ്റി, ഡൈവേഴ്സിഫിക്കേഷൻ, പ്രൊഫഷണൽ മാനേജ്മെന്റ്. ഇത്രയാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളുടെ ഫീച്ചേഴ്സ്. ഇനി നെക്സ്റ്റ് ആണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന റിലേറ്റ് ചെയ്ത് വരുന്നതാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സെൻസെക്സോ അല്ലെങ്കിൽ നിഫ്റ്റിയോ ഒക്കെ ട്രേസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓപ്ഷൻസ് ആണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത്.
അപ്പോൾ അടുത്ത ഒരു ഇന്നോവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ ആണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ആ പേര് തന്നെ ഉണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സെൻസെക്സ് ആ ഇൻഡെക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിഫ്റ്റി അതൊക്കെ ട്രാക്ക് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇൻവെസ്റ്റേഴ്സിന് ആ ഒരു ഫണ്ടില് അതിന്റെ ഒരു പോർഷൻ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അതാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ്, ഫസ്റ്റ് വൺ ഈസ് ഓഫ് കോഴ്സ് ട്രേഡഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, എക്സ്ചേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ദെൻ ബാസ്കറ്റ് ഓഫ് അസറ്റ്, ഒരുപാട് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഇറ്റ്സ് ടാക്സ് ഇൻഡെക്സസ്, അതായത് ഇപ്പോൾ ഇൻഡെക്സസ് സെൻസെക്സിനെയും നിഫ്റ്റിയും ഒക്കെ ട്രാക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദെൻ ലോ എക്സ്പെൻസ് റേഷ്യോ, എക്സ്പെൻസ് കുറവാണ്. ദെൻ ഹൈ ട്രാൻസ്പെറൻസി. ഇനി നമുക്ക് നോക്കാനുള്ളത് മ്യൂച്വൽ ഫണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത മ്യൂച്വൽ ഫണ്ടും ഇപ്പോൾ പറഞ്ഞ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. സോ ഫസ്റ്റ് വൺ, ട്രേഡിങ്ങിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ത്രൂ ഔട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് അത് ട്രേഡ് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽ സ്റ്റോക്സ് പോലെ തന്നെ. എന്നാൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ NAV, നെറ്റ് അസറ്റ് വാല്യൂ. ദെൻ പ്രൈസിങ്ങിന്റെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഓരോ ദിവസം ആ ദിവസം ഹോൾ ഡേ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ അങ്ങനെയല്ല, ആ ഒരു ദിവസം ആ ഒരു പ്രൈസ് സെറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ദെൻ ലിക്വിഡിറ്റി മ്യൂച്വൽ ഫണ്ടിനേക്കാളും കമ്പാരിറ്റീവ്ലി ഹയർ ലിക്വിഡിറ്റി ആണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിനുള്ളത്. ദെൻ ട്രാൻസ്പെറൻസി അതുപോലെ തന്നെയാണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിനാണ് കുറച്ചും കൂടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത്. ഫീസ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിന് മ്യൂച്വൽ ഫണ്ടിനേക്കാളും ഫീസ് കുറവാണ്. മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്ന പ്രൊഫഷണൽ മാനേജേഴ്സിന് കുറച്ചധികം ഫീസ് ചിലപ്പോൾ കൊടുക്കേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടില് മിനിമം ഇൻവെസ്റ്റ്മെന്റ് റിക്വയർമെന്റ്സ് ഒന്നുമില്ല. എന്നാൽ ചില മ്യൂച്വൽ ഫണ്ട് ഓർഗനൈസേഷൻസ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് റിക്വയർമെന്റ്സ് വെക്കാറുണ്ട്. ദെൻ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിന്റെ കേസിൽ ഓരോ ഇൻഡിവിജ്വൽ ഹോൾഡിങ്ങിലും എന്താ പറയാ, ഡയറക്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. മ്യൂച്വൽ ഫണ്ടിലും യൂഷ്വലി അങ്ങനെ പറ്റില്ല, പക്ഷെ സ്പെസിഫിക് ഷെയർ ക്ലാസ് ഒക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റും. അത്രയാണ് മ്യൂച്വൽ ഫണ്ടും എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടും തമ്മിലുള്ള കമ്പാരിസൺ. നെക്സ്റ്റ് 7th പോയിന്റ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ ഏതാണെന്ന് നോക്കാം. അതാണ് ക്രൗഡ് ഫണ്ടിങ്. ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ കുറച്ചധികം ആളുകളുടെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട്, യൂഷ്വലി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ചെറിയ ചെറിയ എമൗണ്ട് കളക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിക് മീഡിയയും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ക്രൗഡ് ഫണ്ടിങ്. ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സിൽ പറയുന്നതാണ്, ഫസ്റ്റ് വൺ ഈസ് പൊട്ടൻഷ്യൽ ഫോർ ഔട്ട്സൈസ്ഡ് റിട്ടേൺ. നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ആയതുകൊണ്ടും ഒരുപാട് ഇൻവെസ്റ്റേഴ്സ്, ഒരുപാട് ആളുകളുടെ ഇടയിലോട്ട് എത്തുന്നത് കൊണ്ടും റിട്ടേണും അതിനനുസരിച്ചിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിസ്ക് കുറവാണ്, ചെറിയ എമൗണ്ട്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓരോരുത്തരും. അതുപോലെ തന്നെ ഏർലി ആക്സസ് ടു ഇന്നോവേറ്റീവ് ഐഡിയാസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ പുതിയ ഇന്നോവേറ്റീവ് ക്രിയേറ്റ് പ്രോജക്ട്സിൽ, അതുപോലെ തന്നെ ഈവൻ ചാരിറ്റബിൾ ആക്ടിവിറ്റീസിലൊക്കെ ഈ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നോവേറ്റീവ് ഐഡിയാസിനൊക്കെ ഒരു ഏർലി ആക്സസ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ്. ദെൻ കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. ഇത്രയാണ് ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ദെൻ ഇതിൽ പറയുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് ക്രിപ്റ്റോ കറൻസി. ഇന്നോവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂല് വരുന്ന ലാസ്റ്റ് വൺ ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോ കറൻസി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ ഡിജിറ്റൽ കറൻസി ഓർ വെർച്വൽ കറൻസി. എന്താ പറയാ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആണ്. ഇപ്പൊ നമ്മളെ യൂഷ്വലി ഉള്ള കറൻസി പോലെ അതിനൊരു സെൻട്രൽ ബാങ്കോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റോ അങ്ങനെ ഒരു ഓർഗനൈസേഷനോ സിസ്റ്റോ ബേസ് ചെയ്തിട്ടുള്ളതല്ല. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആണ്, കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ്, ക്രിപ്റ്റോ കറൻസിക്ക് എക്സാമ്പിൾ ആണ് ബിറ്റ് കോയിന്, അതുപോലെ തന്നെ എതീറിയം, ഡോജ് കോയിൻ ഒക്കെ. ഇനി ഇതിന്റെ ഫീച്ചേഴ്സിൽ പറയുന്നതാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഡീസെൻട്രലൈസേഷൻ ആണ്. ഒരു സെൻട്രലൈസ്ഡ് ഒരു
അതോറിറ്റി കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നോ സിംഗിൾ എൻറ്റിറ്റി കൺട്രോൾസ് ദ കറൻസി ഇഷ്യൂ സപ്ലൈ. കറൻസിന്റെ ഇഷ്യൂ സപ്ലൈ ഒന്നും ഒരു സിംഗിൾ അതോറിറ്റി അല്ല കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ നോർമൽ കറൻസി ആണെന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ ബാങ്കിന്റെ അണ്ടറിലാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി, ക്രിപ്റ്റോഗ്രഫി വെച്ചിട്ട് ക്രിപ്റ്റോ കറൻസിനെ സെക്യൂർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്യൂഡോനിമിറ്റി, പ്രൈവസി കൂടുതലാണ്. നമ്മൾ ബ്ലോക്ക് ചെയിനിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെയും ട്രേഡേഴ്സിന്റെ ഐഡന്റിറ്റി അനോണിമസ് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ദെൻ ഇമ്മ്യൂട്ടബിലിറ്റി, അതായത് ട്രാൻസ്പെറൻസി ഉണ്ട്. നമ്മൾ ആ ബ്ലോക്ക് ചെയിനിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ പെർമനന്റ് റെക്കോർഡിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ പ്രീ ഡിറ്റർമൈൻഡ് സപ്ലൈ ലിമിറ്റ്, ചിലപ്പോൾ ബിറ്റ് കോയിൻ ഒക്കെ പോലെയുള്ളതിന് സപ്ലൈ ലിമിറ്റ് ഉണ്ട്, അത് ഫിക്സഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് സപ്ലൈ ലിമിറ്റ്. അതുപോലെ തന്നെ ബോർഡർലെസ് ട്രാൻസാക്ഷൻസ് ആണ്. ക്രിപ്റ്റോ കറൻസീസ് നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് രാജ്യത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിന് ഇന്റർമീഡിയറീസ് ഒന്നും വേണ്ട. നമ്മുടെ നോർമൽ കറൻസീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യണം. സോ ഇത്രയാണ് ക്രിപ്റ്റോ കറൻസിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസും അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസും. ഇന്നോവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിൽ വരുന്നതാണ് മ്യൂച്വൽ ഫണ്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാന്, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാന്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ട്രേഡഡ് ഫണ്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഇസ് ക്രിപ്റ്റോ കറൻസി. സോ ഇത്രയുള്ള ഒരു ചാപ്റ്റർ. താങ്ക് യു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം തേർഡ് സെം ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്, ഇൻവെസ്റ്റർ ബയാസസ്. ഇൻവെസ്റ്റർ ബയാസ്, ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ബിഹേവിയറൽ ഫിനാൻസ് ആണ്. അതിൽ വരുന്ന രണ്ട് മെയിൻ കോൺസെപ്റ്റ്സും. ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഫിനാൻസിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രഡീഷണൽ ഫിനാൻസിന്റെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ആർ റേഷണൽ, അല്ലെങ്കിൽ അവര് കോൺഷ്യസ് ആണ്, അവര് ലോജിക്ക് വെച്ചിട്ടാണ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റ് അത്രയും അനലൈസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ട്രഡീഷണൽ ഫിനാൻസിന്റെ അസംഷൻ. എന്നാൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ബിഹേവിയറൽ ഫിനാൻസിൽ പറയുന്നത്. ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ആർ ഇറേഷണൽ, ദേ ആർ നോട്ട് റേഷണൽ എന്നുള്ള അസംഷൻ ആണ് ബിഹേവിയറൽ ഫിനാൻസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ വരുന്ന മെയിൻ രണ്ട് കോൺസെപ്റ്റ്സ് ആണ് ഹ്യൂറിസ്റ്റിക്സും അതുപോലെ തന്നെ ബയാസസും. ഇൻവെസ്റ്റർ ബയാസസ് നമുക്കറിയാം, ഇൻവെസ്റ്റേഴ്സിന്റെ ബയാസസ് ആണ്. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മെന്റൽ ഷോർട്ട് കട്ട്സ്, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനുള്ള ഒരു എളുപ്പം, മെന്റലി നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആ ഒരു നമ്മൾ അത്രയും ഡിസിഷൻ മേക്കിങ്ങിൽ അത്രയും ലോങ് ആക്കുന്നതിന് പകരം പെട്ടെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന്, പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിച്ചെടുക്കുന്നതിനാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ബിഹേവിയറൽ ഫിനാൻസിൽ വരുന്ന കുറച്ച് ഹ്യൂറിസ്റ്റിക്സുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് റെപ്രസെൻറ്റേറ്റീവ്നെസ്. റെപ്രസെൻറ്റേറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉള്ള എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് ഫോളോ ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുക. നമ്മൾ പുതുതായിട്ടൊന്നും ആലോചിക്കുകയോ കണ്ടെത്തുകയോ ഒന്നും ചെയ്യാതെ കറന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനെ റെപ്രസെന്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനാണ് റെപ്രസെൻറ്റേറ്റീവ്നെസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ആങ്കറിംഗ് എന്ന് പറയുന്നത്. ആങ്കറിംഗ് എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കിനെ, അതാണ് ബെസ്റ്റ് ആൻഡ് ഫിറ്റ് എന്ന് ഉറപ്പിച്ചിട്ട് നമ്മൾ എടുക്കുക. ആ ഒരു ബെഞ്ച് മാർക്ക് ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനാണ് ആങ്കറിംഗ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ആണ് ഫ്രെയിമിങ്. ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആസ്പെക്റ്റിലും നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിച്ചിട്ടും പോസിറ്റീവ് വേർഡ്സ് ഉപയോഗിച്ചിട്ടും രണ്ടും സെയിം മീനിങ് കൺവേ ചെയ്യുന്ന രീതിയിൽ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആ ഒരു പോസിറ്റീവ് എഫക്റ്റ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ആണ് ഹെർഡിങ്. HER ഹെർഡിങ്. ഹെർഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇൻവെസ്റ്റേഴ്സ് ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ സെയിം ഫോളോ ചെയ്ത് ചെയ്യാം. അതിനെയാണ് ഹെർഡിങ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്. അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് കേട്ട കാര്യങ്ങളായിരിക്കും
എന്തുണ്ടാവുക, നമ്മളെ മനസ്സിൽ കൂടുതലായിട്ട് ഓർമ്മ ഉണ്ടാവുക. ഇപ്പൊ കറന്റ് നമ്മൾ എന്താണ് തൊട്ട് മുന്നേ കേട്ടത് അത് നമുക്ക് കൂടുതലായിട്ട് ഓർത്തിരിക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ള റീകോളബിൾ ഇൻഫോർമേഷൻ ബേസിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, അത് യൂഷ്വലി എന്താവും, നമ്മൾ ഈ അടുത്ത് കേട്ട കാര്യങ്ങളായിരിക്കും. സോ ഇത്രയാണ് ഹ്യൂറിസ്റ്റിക്സിൽ പറയുന്നത്. റെപ്രസെന്റേറ്റീവ്നെസ്, അതുപോലെ തന്നെ ആങ്കറിങ്, ഫ്രെയിമിങ്, ഹെർഡിങ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് രണ്ടാമത്തെ കോൺസെപ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ബയാസസുകളാണ്. ഇതിൽ മെയിൻ ആയിട്ട് 3 എണ്ണമാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓവർ കോൺഫിഡൻസ്, സെക്കൻഡ് വൺ ഈസ് ലോസ് അവേർഷൻ ബയാസ് ആൻഡ് തേർഡ് വൺ ഈസ് മെന്റൽ അക്കൗണ്ടിങ്. ഇതിൽ പറയുന്ന ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചില ഇൻവെസ്റ്റേഴ്സ് അവരെ തന്നെ ബിലീവ് ചെയ്യാണ് അവരാണ് ഏറ്റവും ബെസ്റ്റ്, അവർ ഡിസൈഡ് ചെയ്യുന്നതാണ് ഏറ്റവും കറക്റ്റ്, ബാക്കിയുള്ളവർക്കൊന്നും അവരുടെ അത്രയ്ക്ക് അറിയില്ല, അങ്ങനെയുള്ള ഒരു ഓവർ കോൺഫിഡൻസിന്റെ മേലിൽ വരുത്തുന്ന ബയസസ് ആണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോസ് അവേർഷൻ ബയാസ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ അമോസ് ടോസ്കി ആൻഡ് ഡാനിയൽ കാനമൻ. ഇവർ രണ്ടുപേരും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ലോസ് അവേർഷൻ ബയാസ് എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് നമ്മൾ ഏൺ ചെയ്യുമ്പോൾ, അതായത് റിട്ടേൺ ചെയ്യുന്നതിനേക്കാളും എന്താണ് ചില ഇൻവെസ്റ്റേഴ്സിനെ കോൺഷ്യസ് ആക്കുന്നത് ക്യാഷ് ലോസ് ചെയ്യുന്നതാണ്. അതായത് ഒരു ടേം എന്ന് പറയുന്നത് പെയിൻ ഓഫ് ലോസിങ് മണി ഈസ് മോർ ഇന്റൻസ് ദാൻ ജോയ് ഓഫ് ഗെയിനിങ് മണി. നമുക്ക് റിട്ടേൺ കിട്ടുന്നതിനേക്കാളും അവരെ കോൺഷ്യസ് ആക്കുന്നതും അവർക്ക് ടെൻഷനും എന്താ പറയുക, കയ്യിലുള്ള ക്യാഷ് പോകുന്നതിലാണ്. അതിനെ ബേസ് ചെയ്തിൽ വരുന്ന ബയാസസ് ആണ് ലോസ് അവേർഷൻ ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ അവര് സ്വാഭാവികമായിട്ടും കൂടുതൽ കോൺഷ്യസ് ആവുക, റിസ്കിനെ കുറിച്ചിട്ട് കോൺഷ്യസ് ആവും, ലോവർ റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ചൂസ് ചെയ്യുക. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത അവരുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ക്യാഷ് പോകുമോ നഷ്ടമാകുമോ എന്നുള്ളത് അവരെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടെ ഹയർ റിട്ടേൺ ഉള്ള ഹയർ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലോട്ടൊന്നും അവർ പോകില്ല. ഇത് ഇതിൽ വരുന്ന തേർഡ് വൺ ആണ് മെന്റൽ അക്കൗണ്ടിങ്. മെന്റൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എവിടെ നിന്നാണോ മണി ഒറിജിനേറ്റ്, വെർ ഇറ്റ് കംസ് ഫ്രം ഓർ ഫോർ വാട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ, ഇതിന്റെയൊക്കെ ബേസിൽ അതിനെ ഒരു ഡിഫറെന്റ് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതും ഇറേഷണൽ ഡിസിഷൻ തന്നെയാണ്. പല പല പർപ്പസിൽ നമുക്ക് ഒരുപോലെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഒരൊറ്റ ഒന്നിലായിരിക്കും അവര് ക്യാഷ് എവിടുന്നാ കിട്ടിയത് അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ ബേസിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ മാത്രം അത് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടെ ഹൈ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഹൈ റിട്ടേൺ കിട്ടുന്നതിൽ ഇവർക്ക് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇത് മൂന്നാണ് ബിഹേവിയറൽ ഫിനാൻസിന്റെ ഇൻവെസ്റ്റർ ബയാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരുന്നത്. ഓവർ കോൺഫിഡൻസ്, അതുപോലെ തന്നെ ലോസ് അവേർഷൻ ബയാസ് ആൻഡ് മെന്റൽ അക്കൗണ്ടിങ്. ഹ്യൂറിസ്റ്റിക്കിൽ വരുന്നത് റെപ്രസെന്റേറ്റീവ്നെസ്, അതുപോലെ തന്നെ ആങ്കറിങ്, ഫ്രെയിമിങ്, ഹെർഡിങ് ആൻഡ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ബിഹേവിയറൽ ഫിനാൻസും അതിന്റെ 2 കോൺസെപ്റ്റ്സും മാത്രമാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.